ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ഗീവർഗീസ് എന്നാ, ബിനോയ് എന്നാണ് വിളിക്കുന്നത്, അറിയപ്പെടുന്നത്. കാര്യം എന്തായിരുന്നു? കാര്യം ഞാൻ പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ പള്ളിയില് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇത് ഏത് സഭയുടെയാ? നമ്മുടെ ഓർത്തഡോക്സ് സഭയാ, സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ കീഴിലുള്ള ചാപ്പല. ഇവിടെ ഈ അച്ഛന്മാര് വന്നു കഴിഞ്ഞാൽ നിർത്തത്തില്ല അവര്. ഇവിടെ ഒരു വലിയൊരു പണക്കാരനുണ്ട്, പുള്ളി പറയുന്നത് തിരുമേനി കേൾക്കത്തുള്ളൂ. മെത്രാൻ ഏതാ അവിടുത്തെ? നമ്മുടെ ഫിലിസിനോസ്. അവിടുത്തെ അരിപ്രാഞ്ചികളും കുഞ്ഞച്ചൻ പറഞ്ഞത് കേട്ടില്ലേ? മെത്രാനെ അവിടെ വെച്ചേക്കുവോ? മെത്രാന് വളരെ കാശ് സാധാരണ വിശ്വാസികളും എല്ലാം കൊടുക്കുവോ? അതൊന്നും കൊടുക്കില്ല. അപ്പൊ ഞങ്ങളുടെ പള്ളിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു 2 അച്ഛന്മാർ വരും, അല്ലെങ്കിൽ 1 വർഷം 1.5 വർഷം, അതിൽ കൂടുതൽ ഒരു അച്ഛന്മാരെ ഇവിടെ ഇരുത്തത്തില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പള്ളിയിൽ പ്രാർത്ഥന യജ്ഞം എന്നും പറഞ്ഞിട്ട് പള്ളിയിൽ തന്നെ ഉപവാസിക്കാൻ പോവാണ്. കൽപ്പന വന്ന് ഇതുവരെ ഇട്ടിട്ടില്ല. ഇന്നലെ അറിഞ്ഞത് കംപ്ലൈന്റ് പോയിട്ടുണ്ടെന്ന്. ആരുടെ കംപ്ലൈന്റാ? അത് ഈ പള്ളിയിൽ ഒരു 2 പേരുണ്ട്, അവരുടെ കംപ്ലൈന്റ് പോയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൽപ്പന വരുവാണെങ്കിൽ ലോങ് ലീവ് എടുക്കുക, 5 വർഷത്തേക്ക് ലീവ് എടുക്കുക, അച്ഛൻ വെളിയിൽ പോകാന്ന് പറയും. അങ്ങനെ കൊടുക്കാനിരിക്കും. ഇപ്പൊ അച്ഛന്മാരുടെ ഷോർട്ടേജ് ഉള്ള സമയം. ആളെ കിട്ടുന്നില്ലേ ഇപ്പൊ? എന്തോ അവസ്ഥ? നല്ല നല്ല പണിയാണല്ലോ ഇത്. ലോഹ ഇട്ടോണ്ടിറക്കി കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും നടക്കുമല്ലോ. ആള് ഭയങ്കര സെലക്ഷൻ ഒക്കെ വെച്ചാൽ ഇപ്പൊ കൊടുക്കുന്നത്. എല്ലാം കാശ് വാങ്ങിയിട്ട് ചെയ്യുന്ന പണിയില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന. ഇപ്പൊ പാതിരി എന്തുകൊണ്ട് അവിടുത്തെ മാറ്റുന്ന ഇവര് 2 വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അവർക്ക് താല്പര്യം തോന്നുന്നില്ല അയാള്. അവർക്ക് താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഈ അച്ഛൻ വന്നിട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. ആരുടെ അടുത്തും കുമ്പിടാനോ പിടിക്കാനോ നിൽക്കത്തില്ല. ഈ സ്ട്രൈറ്റ് ഫോർവേഡ് ആളുകൾക്ക് പറ്റുന്ന പണിയാണോ പാതിരി പണി? കുപ്പായ ഊരി അവിടെ വല്ല തെങ്ങിൻ ചോട്ടി കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോകുന്ന നല്ലതെന്ന് പറയാം. സ്ട്രൈറ്റ് ഫോർവേഡ് ആളുകൾക്ക് വല്ലതും പറ്റുന്ന പണിയാണോ ഇത്? അത് തന്നെ പുള്ളിയും ഇപ്പൊ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുള്ളിക്ക് വന്നിട്ട് കുറച്ച് എതിരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഭദ്രാസനത്തില് ഈ സാമച്ചൻ എന്ന് പറഞ്ഞൊരു ഭദ്രാസന സെക്രട്ടറി ഉണ്ട്. ഈ പുള്ളിയാണല്ലോ തീരുമാനിക്കുന്നത്. അവിടെ തിരുമേനിക്കൊന്നും വലിയ റോളില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഭദ്രാസനം മൊത്തത്തിൽ ഒരു നശിച്ചു കിടക്കും. ഇപ്പം ഒരു പ്രയോജനമില്ല. ഭദ്രാസനം തന്നെ പിരിച്ചുകൊണ്ട് പോയത് ഇവിടുത്തെ തിരുമേനി അറിഞ്ഞിട്ടില്ല. ഓസ്ട്രേലിയ ഒക്കെ കൈവിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇതില്ല. സ്കൂളിൽ നിന്ന് കുറെ കാശ് കിട്ടും, 10-40 ലക്ഷം രൂപ കിട്ടും, വർഷം 2-3 നിയമനം കിട്ടും. പോരെ അതിന്റെ പൈസ പിന്നെ പുട്ടു നടന്നാൽ വേറെ എന്തോ നോക്കണ്ടെന്തോ? ഇതൊക്കെ കിട്ടുകഴിഞ്ഞാൽ അത്യാവശ്യം അണ്ടിപ്പരിപ്പും ഒക്കെ തിന്ന് എവിടെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കൂടെ കറങ്ങി നടന്നാ പോരെ? അതെ. ഞാനിപ്പോ എന്തായാലും ഇന്ന് തിരുമേനി ഒന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കാര്യം പറയും. തിരുമേനിക്ക് വന്ന കംപ്ലൈന്റ് പള്ളിയിൽ വന്ന് അന്വേഷിക്കാതെ അച്ഛനെ മാറ്റി കഴിഞ്ഞാൽ പ്രോബ്ലം ആവുമെന്ന് ഞാനും പറയും. അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമുക്ക് ഇതിനകത്തൊന്നും ഒന്നുമില്ല. ഇവന്മാരുടെ കളി കളിക്ക് നമ്മൾ അതിന്റെ പുറകെ നിൽക്കുന്ന എന്റെ കാര്യം തിരിക്കുന്നത്. എന്നാലും ഒരു പബ്ലിഷ് ചെയ്യണ്ടേ? ഈ ക്രിസ്തുവില്ലാത്ത ഈ പൈശാചിക കൂട്ടായ്മയുടെ കോമാളിത്തരങ്ങളാണ് നമ്മളോട്, അല്ലാതെ ഇതിനോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല. എനിക്ക് ഈ പാതിരിയോടും താല്പര്യമില്ല, ആ പൂച്ചാണ്ടി മെത്രാനോടും താല്പര്യമില്ല. ഇവന്മാരുടെ ഈ കൂട്ടകളി നാട്ടുകാരുടെ മുന്നിൽ എത്തിക്കുന്നത്, ഇതിനകത്തൊന്നും ഒരു ആത്മീയത ഇല്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അതല്ലാതെ പാതിരിയെ അവിടെ കുടിയിരുത്തിയാലും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. മെത്രാൻ ഇവിടെ അണ്ടിപ്പരിപ്പം നിന്ന് പാഞ്ഞു നടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ പുറകെ നടക്കുന്ന വിശ്വാസികൾ വേറെ, ഇവരൊക്കെ അടി കൊടുത്ത് ഇറക്കി വിട്ട് വേറെ വല്ല പണിയും നോക്കുകയല്ലേ വിശ്വാസികൾ ചെയ്യേണ്ടത്? അവനവന്റെ വീട്ടിലെ കാര്യം നോക്കി ഇതുകൊണ്ട് ഈ പറയുന്ന കാശ് കൊടുക്കുന്നത് പേപ്പട്ടിയെ മേടിച്ച് തീറ്റി കൊടുത്ത് അതിന്റെ കടി മേടിക്കുന്ന പണി ചെയ്തുകൊണ്ട് നടക്കുന്നവർക്ക് എന്ന് വെളി വരുമെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ പറഞ്ഞ കയ്യിലെ കാശ് കൊടുത്ത് വീഡിയോയും കാണും, ഫോളോ ചെയ്ത് കാണുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചത്. ഒറ്റ കാര്യമുള്ളൂ, സ്വയം ആലോചിക്കുക. എടാ, ഇങ്ങനെ കയ്യിലെ കാശ് കൊടുത്ത് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി ഇവന്മാരവിടെ കിടന്ന കുട്ട കളിച്ച് അവന്മാരുടെ പൊളിറ്റിക്സും അവന്മാരുടെ തമ്മിലടിയും അതിനിടയ്ക്ക് നമ്മൾ വിസിലടിച്ചോണ്ട് ഇതിനകത്ത് എവിടെ ദൈവം? എവിടെ? ആരുടെ പേരില്? ഇതിനകത്ത് ഈ പൊള്ളത്തരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ പുറകിലൊക്കെ നടക്കാതെ ഇവനെയൊക്കെ ഇറക്കി കയ്യെ പിടിച്ച് അവിടെ ഇറക്കി ഓടിക്കുക, ആ സ്ഥലം വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുക. ഞാൻ എന്റെ തീരുമാനം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇൻഫർമേഷൻ തരാം. ഓക്കെ.